എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പാലക് ചീരയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാലക് ചീര നമുക്കിത് വിത്തിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത്. ഇത് പൂത്ത് വിത്തിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വിത്ത് നമുക്ക് ഈ അഗ്രോ ഫാം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ ധാരാളം അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഉറക്കം ഇല്ലായ്മ അല്ലെങ്കിൽ രാത്രിയിൽ മസിൽ കോച്ച് പിടിക്കുക, കാലിൽ മസിൽ കോച്ച് പിടിക്കുക, അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഇത് രാത്രിയിൽ കുറച്ച് കഴിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ്. ഒരുപാട് ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിക്കരുത്, കുറച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാനിപ്പോൾ ഒരു ടിഷ്യൂവിലിട്ടിട്ട് മുളപ്പിച്ചാണ് എടുത്ത് നട്ട് കുറേ 2-3 ഇല വന്നതിന് ശേഷം കുറേ വേര് ചീഞ്ഞിട്ട് നശിച്ചു പോയി. പിന്നെ അതിൽ നിന്ന് ബാക്കി വന്ന 2-3 തൈകളാണിത്. പക്ഷേ ഇതും നല്ല വളരാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വളരെ ഒരില വന്നു കഴിഞ്ഞ് കുറേ ഇത് കണ്ട ഗ്യാപ്പ് കണ്ടു നടുവിലത്തെ ഒരില വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇല വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തിട്ട് 2-3 കഷ്ണം കപ്പലണ്ടി പിണ്ണാക്കിട്ട് ഒരു 4-5 ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല വ്യത്യാസം വന്നു. പെട്ടെന്ന് ഇലകൾ വരാനും നല്ല പച്ച നിറമുള്ള ഡാർക്ക് ഗ്രീൻ ലീഫി വെച്ചാണല്ലോ ഇത്. അപ്പോൾ അങ്ങനത്തെ നിറം ഡാർക്കായിട്ട് ഇലകൾ വരാനും തുടങ്ങി. പിന്നെ പുതിയ ഇലകൾ പെട്ടെന്ന് എല്ലാ ദിവസവും ഓരോ പുതിയ ഇല വരും. അപ്പോൾ മുന്നിലുള്ള ഇല അത്രയ്ക്ക് പെട്ടെന്ന് വളർന്നിട്ടാണല്ലോ അങ്ങനെ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് വരാൻ തുടങ്ങി. പിന്നെ ഞാനിതിൽ നമ്മുടെ ചായയുടെ മട്ടി പിന്നെ പാലിൻ്റെ അംശം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ബാക്കി പൊടിഞ്ഞ് ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കും. പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കും. പിന്നെ ചീഞ്ഞ കേടായ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുഴി മാന്തി എടുത്തിട്ട് അതിനകത്ത് താത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചെടുത്തോളും. ഇതൊക്കെ ഇതിന് നല്ലതാണ്. പിന്നെ എല്ലുപൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാനിതിന് എല്ലുപൊടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആദ്യം കുറച്ച് ചാണകപ്പൊടി, പിന്നെ ആഴ്ചയിൽ 15 ദിവസം കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി, കമ്പോസ്റ്റും പിന്നെ കുറച്ച് ഈ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ്റെ പിണ്ണാക്കും എല്ലാം ഓരോ സ്പൂൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ചീരയ്ക്കും നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള ഇലകളുണ്ട്. അപ്പോൾ ആദ്യം നല്ലോണം ഇലയൊക്കെ ചുരുണ്ടി വരാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. പിന്നെ നല്ല ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും വെള്ളം കുറേശ്ശെ ഇലകളിലും തളിച്ചു കൊടുക്കണം. പിന്നെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല കട്ടിയുള്ള ഇലകൾ നമുക്ക് കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇലകൾ കിട്ടും. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു വിഷവും അടിക്കാത്ത ഇല നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ 2-3 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.